നമസ്കാരം, വെൽക്കം ബാക്ക് ടു amrit. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും നല്ല ആരോട് കൂടിയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് ഞാനുള്ളത് രമ്യ ചേച്ചിയുടെ കിച്ചണിലാണ്. രമ്യ ചേച്ചിയാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് കലത്തപ്പം ഉണ്ടാക്കി തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടൊന്ന് വീഡിയോ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ആദ്യം തന്നെ കലത്തപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു മാവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസ് വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1 ടേബിൾ സ്പൂൺ ചോറ് എന്നുള്ള കണക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ജീരകവും ഏലക്കയും കൂടെ ചേർത്തിട്ട് നമുക്ക് 2 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ശർക്കര ഒന്ന് മെൽറ്റാക്കാനായിട്ട് വെക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് ഒരു 1.5 കപ്പോളം ശർക്കര വേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ ഒരു 3 കപ്പിൻ്റെ അടുത്ത് ശർക്കര എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ശർക്കരയൊക്കെ ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എങ്ങനെയാണ് മധുരം എന്നുള്ള അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കര അവിടെ മെൽറ്റാവട്ടെ. അടുത്തായിട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് വേണം. അതുപോലെ തന്നെ ചെറിയ ഉള്ളി വേണം. അത്യാവശ്യം തേങ്ങാക്കൊത്ത് എടുക്കുക. ഇവിടെ ഒരു 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ശർക്കര ഇവിടെ നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടോടൊക്കെ തന്നെ ശർക്കര മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതും നമുക്കൊരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ ശർക്കര ഒഴിച്ചു കൊടുക്കുമ്പോൾ മാവ് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇളക്കാനായിട്ട് വിട്ടുപോകരുത്. നന്നായിട്ട് ശർക്കര ഒഴിക്കുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ നമ്മളിവിടെ ഒരു 1/4 ഭാഗത്തോളം ശർക്കര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മധുരം നോക്കിയതിന് ശേഷം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്കിയും കൂടെയുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇടുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക, നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുക്കർ ഒന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കർ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മാവ് ചൂടോടെ തന്നെ വേണം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ കുക്കർ ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ തേങ്ങാക്കൊത്തൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കരുത്. തേങ്ങാക്കൊത്ത് സമയം എടുത്തിട്ടേ ഫ്രൈ ആവുള്ളൂ. അപ്പോൾ ഉള്ളി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിതാ തീ ഹൈയിൽ തന്നെയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. കുക്കർ നന്നായി ചൂടാവണം. ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് നോക്കിയതിന് ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കുക്കർ ഇവിടെ ഏകദേശം നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മാവ് ഒഴിച്ചിട്ട് നമ്മൾ ഈ മുകളിലത്തെ ഉള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ മാവ് ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കറൊന്ന് അടച്ചു കൊടുക്കാനായിട്ട് പോവാണ്. വിസിലില്ലാണ്ട് കുക്കർ അടച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 1-2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്കർ ഓണാക്കി ഇടുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റോളം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം കുക്കറിൻ്റെ പ്രഷർ പോകുന്ന വരെ നമുക്ക് ഒന്ന് അടച്ച് തന്നെ വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ കലത്തപ്പം റെഡിയായി കിട്ടും. ഇത് നമുക്ക് ശരിക്കും അടിയിലൊന്നും പിടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്കോ ഈർക്കുലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. എന്നിട്ട് വെന്തിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ കലത്തപ്പം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കലത്തപ്പം ഒന്ന് മുറിച്ച് നോക്കാനായിട്ട് പോവുകയാണ്.
നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. കലത്തപ്പം ഇതാ പെർഫെക്റ്റ് ഓക്കെ. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, ഈസിയാണ്. എങ്ങനെയുണ്ട് അതിര? അടിപൊളി, സൂപ്പർ, നല്ല സോഫ്റ്റ് അല്ലേ? നല്ല അടിപൊളി.